ഓക്കെ, നമുക്ക് കണക്ഷൻ പ്രോബ്ലം ഇടയ്ക്ക് വരുന്നുണ്ട്, അതുകൊണ്ടാട്ടോ. ഇനി ചിലപ്പോൾ ശരിയാവുമായിരിക്കും, കുഴപ്പമുണ്ടാവില്ലായിരിക്കും. ഓക്കെ, ഇടയ്ക്ക് നെറ്റ് പ്രോബ്ലം വന്നുകൊണ്ട് സംഭവിച്ചതാണ്. നിങ്ങൾക്ക് കേൾക്കത്തില്ലേ മിസ്സിനെ? ഓക്കെ, കേൾക്കാം, കുഴപ്പമില്ല. ഓക്കെ, ഓക്കെ ഓക്കെ, അപ്പൊ മിസ് പറയാ ഒരു സ്റ്റോറി കേട്ടോ. ഓക്കെ, okay, once upon a time, okay, there was a small village. Okay, ഒരു സമയത്ത് ഒരു സ്ഥലത്ത് ഒരു നല്ല ചെറിയൊരു വില്ലേജ് ഉണ്ടായിരുന്നു. ഓക്കെ, it was a very beautiful village, and then in that village there was a river. നല്ല ഭംഗിയുള്ള ഒരു ഗ്രാമമായിരുന്നു. ആ ഗ്രാമത്തിൽ എന്തുണ്ടായിരുന്നു? ഗ്രാമത്തിൽ ഒരു നല്ല പുഴയുണ്ടായിരുന്നു. അപ്പോ in that village there lived many okay in that village there lived many rats. Okay, കുറെ എലികൾ താമസിച്ചിരുന്നു. എവിടെ? ആ വില്ലേജിൽ. ഓക്കെ, so they were living very peacefully. അവർ നല്ല സമാധാനമായിട്ട് ജീവിക്കുകയായിരുന്നു അവിടെ കേട്ടോ. ചെറുതും വലുതുമായിട്ട് കുറെ റാറ്റ്സ് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ അവരിങ്ങനെ നല്ല സന്തോഷമായിട്ട് ജീവിച്ചു പോരായിരുന്നു. അപ്പോ in one summer, അപ്പൊ അങ്ങനെ വന്നപ്പോ ഒരു സമ്മർ സീസൺ വന്നു കേട്ടോ. സമ്മർ സീസൺ നല്ല ചൂട്, നല്ല വേനൽക്കാലം വന്നു. ഇപ്പൊ നമുക്ക് നല്ല വെയിലുണ്ടല്ലേ, അതുപോലെ നല്ല വെയിലുള്ള, അങ്ങനെ വെള്ളത്തിനൊക്കെ ഒത്തിരി ക്ഷാമം വരുന്ന നല്ല ചൂടുള്ള സമയം വന്നു. So during that time only water was available in that river. ആ റിവറിൽ മാത്രമേ എന്തുണ്ടായിരുന്നുള്ളൂ? വെള്ളം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോ നിയർ ദാറ്റ് വില്ലേജ് there was a thick forest. അപ്പോ ആ വില്ലേജിനടുത്ത് എന്തുണ്ടായിരുന്നു? ഒരു വലിയ ഫോറസ്റ്റ് ഉണ്ടായിരുന്നു. ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? മുഴുവൻ മരം അല്ലേ, മരങ്ങളും ഒക്കെ ഉണ്ട്, കാടും മരവും ഒക്കെ ഉണ്ട്. So in that forest lived many elephants. അപ്പൊ ആ കാട്ടിൽ എന്തുണ്ടായിരുന്നു? കുറെ ആനകൾ ഉണ്ടായിരുന്നു. കുറെ ആനകൾ താമസിച്ചിരുന്നു. One day a herd of elephants came through the village to drink water from the river. ആ റിവറിൽ നിന്ന് വെള്ളം കുടിക്കുന്ന, ആ പുഴയിൽ നിന്ന്, ആ ഗ്രാമത്തിലുള്ള പുഴയിൽ നിന്ന് വെള്ളം കുടിക്കുന്നതിന് വേണ്ടി കുറേ എലിഫന്റ്സ്, ഹേർഡ് ഓഫ് എലിഫന്റ്സ് അല്ലെ, ഒരു കൂട്ടം ആനകള് എവിടെ വന്നു? പുഴയിലേക്ക് വന്നു. അപ്പോ അവര് പുഴയിലോട്ട് വരുമ്പോ എന്ത് സംഭവിക്കുന്നേ? they came through the village അല്ലെ, അവരെ വില്ലേജിൽ കൂടിയാണ് പുഴയിലേക്ക് വരുന്നത്. അപ്പോ എന്ത് സംഭവിച്ചു? many rats got crushed അല്ലെ. ഇത്ര വലിയ ആന കയറി ഈ എലികളുടെ മുകളിൽ ചവിട്ടിയിട്ടുണ്ടെങ്കിൽ എന്താവും? അവര് പഞ്ചം പരുവാവും അല്ലെ, എല്ലാം. ഓക്കെ, കുറെ എലികൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു അല്ലെ. അപ്പോ അങ്ങനെ എന്ത് സംഭവിച്ചു? എലികളെല്ലാം കൂടെ പെട്ടെന്ന് ഒരു യോഗം, മീറ്റിംഗ് കൂടി. ഓക്കെ, the rats gathered together and held a meeting. അപ്പോൾ റാറ്റ്സ് എല്ലാരും കൂടി മീറ്റിംഗ് കൂടി. we should do something, otherwise the next time when they come many of us will not be seen here. അപ്പോൾ ഇവരിങ്ങനെ സംസാരിച്ചു, എത്രയും പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കണം, അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം ഈ ആനകൾ വരുമ്പോൾ ഇനി നമ്മളിൽ പലരും ഇല്ലാതാവും എന്ന് അവര്
സംസാരിച്ചു. അങ്ങനെ they came to a conclusion. അവരങ്ങനെ ലാസ്റ്റ് ഒരു തീരുമാനത്തിലെത്തി. We will go and meet the king of the elephant. അപ്പൊ അവര് പറഞ്ഞു നമുക്ക് എന്തായാലും കാട്ടിൽ പോയി ഈ ആനകളുടെ രാജാവിനെ കണ്ട് കാര്യം പറയാന്ന് പറഞ്ഞു. അങ്ങനെ ഈ എലിഫന്റ്സ് they went to the forest. അവര് ഫോറസ്റ്റിൽ ചെന്നു. എന്നിട്ടോ ഈ ആനകളുടെ രാജാവിനെ കണ്ടു. എന്നിട്ട് ഇവരോട് ഇങ്ങനെ കാര്യം പറഞ്ഞു. when you come to drink water from the river, you come through our village and it is very harmful for us. Our friends, many of our friends and our kids got crushed during the last week. കഴിഞ്ഞ ആഴ്ച നിങ്ങളുടെ ആനകൾ വെള്ളം കുടിക്കാൻ വന്നപ്പോ ഞങ്ങൾ കുറെ പേരെ ചവിട്ടി മെതിച്ചാണ് അവര് വന്നത്. അപ്പൊ ഇനി അതുണ്ടാവാൻ പാടില്ല, ഞങ്ങളെ രക്ഷിക്കണമെന്ന് ആര് പറഞ്ഞു? എലികൾ വന്നിട്ട് ഈ ആനയുടെ രാജാവിനോട് പറഞ്ഞു. എന്നിട്ട് ഈ എലികൾ പറഞ്ഞു we will help you some days. എന്നിട്ട് പറഞ്ഞു എന്താണ്? ഈ എലികള് ആനയുടെ രാജാവിനോട് പറഞ്ഞു ഞങ്ങൾ നിങ്ങളെ സഹായിക്കും, നിങ്ങൾക്ക് ഞങ്ങളുടെ സഹായം എപ്പോഴെങ്കിലും ആവശ്യമായി വരും എന്ന് പറഞ്ഞു. അപ്പൊ എലിഫന്റ് ശരിക്കും പറഞ്ഞ എന്താ? എലിഫന്റ് വിചാരിച്ചു ഇത്ര വലിയ എലിഫന്റിനെ ഇത്തിരി പോകുന്ന എലി എങ്ങനെ സഹായിക്കാനാ എന്ന് വിചാരിച്ചു. പക്ഷെ എലിഫന്റിന്റെ രാജാവ് പറഞ്ഞു ഓക്കെ we will consider. അപ്പൊ രാജാവ് പറഞ്ഞു കുഴപ്പമില്ല, ഞങ്ങള് സൂക്ഷിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഇരുന്നപ്പോ some men came to the forest and trapped the elephants. ആ എലിഫന്റിന് അവര് കുറെ ആളുകൾ കയറി വന്ന് ആ എലിഫന്റിനെ പിടിച്ചോണ്ട് പോകാനുള്ള പ്ലാൻ അതിനുള്ള കെണിയൊക്കെ അവര് വെച്ചു. അങ്ങനെ ആ ആനയുടെ രാജാവടക്കം ആ കെണിയിൽ വീണു. അവരെ അതിനെ വലിയ കെണിക്കകത്ത് വീഴ്ത്തി. അപ്പൊ എന്ത് സംഭവിച്ചു? The queen of the elephants ran to the rats. അപ്പോ എലിഫന്റിന്റെ രാജാവിനെയാണ് അവര് കെണിയിലാക്കിയേക്കുന്നത് അല്ലെ. അവര് വലിയ കെട്ടിവെച്ചിരിക്കുക, വലിയ എന്തോ സംഭവം കൊണ്ട്. അപ്പോ the queen of the elephants came to the rats asking their help. അപ്പോഴാണ് ഈ രാജ്ഞി അല്ലെ, എലിഫന്റിന്റെ രാജ്ഞി ഈ എലികളുടെ അടുത്ത് വന്ന് പറഞ്ഞു ഞങ്ങളുടെ രാജാവിന് ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചിട്ടുണ്ട്, അവനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്ന് പറഞ്ഞു. അപ്പോ the rats, everyone came to the king of the elephant and cut the chain. ആ എലിഫന്റിനെ കെട്ടിയിട്ടിരുന്ന ആ കെട്ട് ഇവര് കടിച്ച് മുറിച്ചു. അങ്ങനെ എലിഫന്റിന്റെ രാജാവിനെ ഈ റാറ്റ്സ് ഈ വേട്ടക്കാരിൽ നിന്ന് രക്ഷിച്ചു. അപ്പൊ എന്താ സംഭവിച്ചേ? ഈ വലിയ എലിഫന്റ്സിന് ഈ ചെറിയ റാറ്റ്സിന്റെ ഹെൽപ്പ് വേണ്ടി വന്നു അല്ലേ. the king of the elephant was very grateful to the rats അല്ലേ. അപ്പൊ അവര് ചെറിയവരാണെങ്കിലും അവരെ കൊണ്ടും ഉപകാരമുണ്ട് എന്നുള്ളത് ആർക്ക് മനസ്സിലായി? ഈ വലിയവരായ എലിഫന്റ്സിന് മനസ്സിലായി. അത്രേ ഉള്ളൂ സ്റ്റോറി. ഇനി ആരാ സ്റ്റോറി പറയുന്നത്? നിങ്ങളിൽ ആരാ സ്റ്റോറി പറയുന്നേ? ഇഷാനി ഉണ്ട് സ്റ്റോറി പറയാൻ. ഇഷാനി അൺമ്യൂട്ട് ചെയ്തു, എന്നിട്ട് പറഞ്ഞു. ഒരു കാട്ടിൽ ഒരു 3 ചങ്ങാതിമാരുണ്ടായിരുന്നു. അവരുടെ പേര് കാക്ക, എലി, മാൻ. ഒരു ദിവസം മാനിയും വേട്ടക്കാരുടെ കെണിപ്പെട്ടു. ഇത് കാക്ക കണ്ടിട്ട് എലിനെ കൊത്തിയിട്ടുണ്ട്. അങ്ങോട്ട് പോയി എലി ആ കടിച്ച് ആ വലം മുറിച്ച് മാനിനെ രക്ഷിച്ചു. ഇതിനോട് പറയുന്നേ ചങ്ങാതി നന്നായാൽ കണ്ണൂട്ടി വേണ്ട. നല്ല സ്റ്റോറിയാണല്ലോ. ഇനി ആരാ സ്റ്റോറി പറയുന്നേ? ഫാത്തിമ മെഹ്റീൻ പറയുന്നുണ്ടോ? മിസ് ഒന്ന് അറ്റൻഡൻസ് എടുത്തോട്ടെ. ഇഷാനി,
ഫാത്തിമ മെഹ്റിൻ, മുഹമ്മദ് സാഹൽ, നിതാഷ, ആതിശ്രീ, ലുബാബ, അൻവിത പ്രജീഷ്, ഏബൽ സിൻഡോ. ഓക്കെ. ഫാത്തിമ അൺമ്യൂട്ട് ചെയ്തേ. പണ്ട് പണ്ടൊരു കാട്ടിൽ പറയുന്നുണ്ടോ? കേട്ടോ? അപ്പം വേട്ടക്കാരൻ ഒരു എലിയെ പിടിച്ചു. മറ്റെല്ലാം പോയി രക്ഷിച്ചു. വേട്ടക്കാരൻ വല അടിച്ചു മുറിച്ച് രക്ഷിച്ചു. എലി രക്ഷിച്ചിട്ട് മറ്റേ എലിനോട് പറഞ്ഞ് താങ്ക്. കഴിഞ്ഞോ? കഴിഞ്ഞു. ഓക്കെ. അപ്പോ ഹാപ്പി ഓണം എല്ലാവർക്കും. ഇനി നമ്മൾ ഓണം കഴിഞ്ഞല്ലേ കാണുള്ളൂ അല്ലേ? അപ്പൊ ഓണത്തിന് എല്ലാരും പൂക്കളൊക്കെ ഒരുക്കുക, ഓണപ്പാട്ടൊക്കെ പഠിക്കുക കേട്ടോ. ഓണത്തിന്റെ പാട്ടിന്റെ മത്സരമില്ലേ? ഓണപ്പാട്ടിന്റെ മത്സരമുണ്ട്. അപ്പൊ പാട്ടൊക്കെ പഠിക്കുക കേട്ടോ. എന്നിട്ട് എന്താണ് പാട്ടൊക്കെ പാടി എല്ലാരും എല്ലാ ഐറ്റംസിലും പങ്കെടുക്കുക കേട്ടോ. ഓണപ്പൂക്കളമൊക്കെ ഇടുക, എന്നിട്ട് ഫോട്ടോ എടുത്ത് ഗ്രൂപ്പിൽ ഇടുക. ഓക്കെ. നല്ല കുട്ടികളായിരിക്കുക. ഇനി ഓണമൊക്കെ കഴിഞ്ഞ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം കേട്ടോ. ആദിശ്രീ. ഓക്കെ. ഓക്കെ, എന്നാ നമുക്കിനി ഓണമൊക്കെ കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. അപ്പോഴേക്ക് കുറെ സ്റ്റോറി ഒക്കെ പറയണേ. ഓണം എങ്ങനെ ആഘോഷിച്ചു എന്നെല്ലാം മിസ്സിന് പറഞ്ഞു തരണേ കേട്ടോ. ഓണം നിങ്ങൾ എങ്ങനെയാ ആഘോഷിച്ചെന്നെല്ലാം പറഞ്ഞു തരണം അടുത്ത ക്ലാസ്സിൽ വരുമ്പോ. ഓക്കെ, ബൈ.